ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോ കാണാം. ആസ്പരാഗസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ ഗാർഡനിൽ വളരെ ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ്. നല്ല പച്ചപ്പും അതുപോലെ നല്ല ബുഷിയായിട്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ പിരിച്ച് നടുന്നതെന്നും ഇതിൻ്റെ പരിപാലനം എന്താണെന്നും നമുക്ക് വളപ്രയോഗം എന്താണെന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ കവറിലിരിക്കുന്ന ചെടിയാണ് പൊളിച്ച് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കവർ നല്ല രീതിയിൽ നിറഞ്ഞിരിപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ചെടി നിറഞ്ഞിരിക്കുന്നില്ല എങ്കിൽ പോലും ഇതിൻ്റെ കിഴങ്ങ് നിറഞ്ഞിരിപ്പുണ്ടാവും. നമുക്കിതിനൊന്ന് പൊട്ടിച്ച് നോക്കാം. അതാണല്ലേ, നല്ല രീതിയിൽ നിറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ശതാവരി കിഴങ്ങ് കുറച്ചുകൂടെ നീളത്തിൽ ഇരിക്കും. ശതാവരിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്, ആസ്പരാഗസ് ഫാമിലിയിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അതാണ്. വേറെ നമ്മുടെ കത്തിയുടെയോ ഒന്നും ആവശ്യമില്ല. അത് ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതാണ്ട് പിരിഞ്ഞു വരും. ഇത് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നമുക്ക് പിരിക്കാം. ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നടുന്നതിലേക്ക് വേണ്ടി ഒരെണ്ണം മതിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എടുത്ത് നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് നടാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് മണലും ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇലപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് മിക്സർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 1:1 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ചെടിച്ചട്ടിയുടെ ഹോള് അടയുന്നതിലേക്ക് വേണ്ടി ഓട് കഷ്ണം ഇല്ലാതെ തന്നെ നെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ ഓട് കഷ്ണം വെച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതാണ്ടില്ലേ, നല്ല രീതിയിൽ ഹോൾ അടയുകയും ചെയ്തു, എന്നാൽ നല്ല നീർവാർച്ച ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പിടി പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലാന്റ് ഇതിലോട്ട് ഇറക്കി വയ്ക്കും. വെച്ചിട്ട് നമ്മൾ വീണ്ടും മിക്സർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് സാഫ് അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇല ചീയലോ അല്ലെങ്കിൽ കിഴങ്ങ് ചീഞ്ഞ് വരുന്നവർ ഇത് അങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ വളപ്രയോഗം ഫാക്ടംബോസ് ഒരു മാസത്തിൽ 1-2 തരി ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് മാന്തിയതിന് ശേഷം ഇട്ട് ഒന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് വളരും. നമ്മൾ അത്യാവശ്യം വീടിനകത്തും ഇത് നമുക്ക് ഭംഗിയായിട്ട് അലങ്കരിച്ച് വയ്ക്കാൻ കഴിയുന്ന ചെടിയാണ്. ഒരു അടിയിലൊരു ബേസിൻ വെച്ചതിന് ശേഷം അതിനകത്ത് വെച്ച് നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ TV സ്റ്റാൻഡിലോ എവിടെ വേണമെങ്കിലും നമുക്കത് വയ്ക്കാം. ഇത് ഒരു 2 മാസം കഴിയുമ്പോൾ ഈ ലെവലിൽ ആയി വരും. ഈ ചെടിയിൽ അത്രയും ബുഷായിട്ട് വരും. നല്ല രീതിയിൽ ബുഷായിരിക്കുന്നു. ഇത്രയും ഭംഗിയായിട്ട് വരും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.